നമസ്കാരം. ന്യൂസ് 18 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് തിരുവോണമാണ്, സമൃദ്ധമായ ഓണമാണ്, ഐശ്വര്യപൂർണമായ ഓണമാണ്. എല്ലാ പ്രേക്ഷകരും ഓണാഘോഷങ്ങളിലായിരിക്കും. അതിനുള്ള ആരംഭം എല്ലാ വീടുകളിലും കുറിച്ചിട്ടുണ്ടാകും. മറ്റു നാടുകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് എത്തി ഓണം ഇന്ന് വീട്ടിൽ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണ്. ഇപ്പൊ രാവിലെ ആയപ്പോഴത്തേക്ക് എല്ലാവരും പൂക്കളം ഒരുക്കുന്നതിന്റെ ഒരു വട്ടപ്പാട്ടിലായിരിക്കും അല്ലേ രഞ്ജിത്ത്? സ്വാഭാവികമായിട്ടും ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി. അതേസമയം തന്നെ അമ്മമാർ അടുക്കളയിൽ ഇത്തരത്തിൽ സദ്യ ഉണ്ടാക്കുന്നതിന്റെ ഒരു തിരക്കിലായിരിക്കും. അപ്പൊ ആ തിരക്കിന്റെ ഒക്കെ ഇടയിലാണ് എല്ലാവരും TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ന്യൂസ് 18നോടൊപ്പം നിങ്ങൾ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കണ്ട് നമുക്ക് ഈ ഒരു ഓണം അങ്ങ് അടിച്ചുപൊളിക്കാം. ഇടയ്ക്കിടയ്ക്ക് വാർത്ത കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓണം ആഘോഷിച്ച് അങ്ങനെ ഇരിക്കാം. ഇപ്പൊ കള്ളവും ചതിയും ഇല്ലാത്ത സമൃദ്ധമായ ഓണം ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഉരുൾപൊട്ടി മുറിവേറ്റത് ഉണങ്ങും മുൻപാണ് ഇത്തവണത്തെ പൊന്നിൻ ചിങ്ങം. വേദനകൾ ഉള്ളിലൊതുക്കി അതിജീവനത്തിന്റെ പാതയിലുള്ള സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്നതാവട്ടെ നമ്മുടെ ഓണം എന്ന് നമുക്ക് കരുതാം. അതെ, എല്ലാവരും ഒന്നാണെന്ന സമഭാവനയുടെ ഓണമാണ്. എല്ലാ മലയാളികൾക്കും ന്യൂസ് 18 ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് ഇന്നത്തെ ഓണത്തിന്റെ മോർണിംഗ് വൈബ്സിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കൂട്ടം കലാകാരന്മാർക്കൊപ്പമാണ് നമ്മൾ ഈ മോർണിംഗ് വൈബ്സ് അടുത്ത 1.5 മണിക്കൂർ കൊണ്ടുപോകുന്നത്. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ കൊട്ടും പാട്ടും ആഘോഷവും ആവേശവും ഒക്കെയാണ്. അപ്പൊ ആ ഒരു കളർഫുൾ സംഭവം അല്ലെങ്കിൽ ആ ഒരു കളർഫുൾനെസ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമല്ലോ മോർണിംഗ് വൈബ്സിലൂടെ. രാവിലെ തന്നെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് തന്നെ തുടങ്ങുന്നതാണ് ഓണത്തിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ദൃശ്യവേദി, തിരുവനന്തപുരത്തെ ഒരു കൂട്ടം കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ദൃശ്യവേദി. അവർ അടുത്ത ഒരു 1.5 മണിക്കൂർ നമുക്കൊപ്പം ഉണ്ടാകും. നാടൻ പാട്ട് കലാകാരന്മാരാണ്. ഒപ്പം അവരുടെ പെർഫോമൻസുകളും കലാരൂപങ്ങളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക തരത്തിലുള്ള വാർത്തകൾക്കിടയിൽ നമുക്ക് ആനന്ദദായകമായ ആ കാഴ്ചകൾ കൂടി ഉണ്ടാകും വരുന്ന മോർണിംഗ് വൈബ്സിലെ സമയത്ത് എന്നത് പ്രധാനമാണ്. അതിന് നമുക്ക് ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോകാം അല്ലേ? അതെ, ആറന്മുള ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി എത്തിക്കഴിഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നുമാണ് തിരുവോണത്തോണി പുറപ്പെട്ടത്. കോട്ടയം കുമാരനല്ലൂർ മങ്ങാടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇക്കുറി തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണിയിൽ എത്തിയത്. ഭക്തിനിർഭരമായ പ്രൗഢഗംഭീരമായ അതിൻ്റെ എല്ലാ തനിവുകളും നിലനിർത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് തിരുവോണത്തോണിയുടെ തിരുവോണ വിഭവങ്ങളുമായുള്ള തിരുവോണത്തോണിയുടെ വരവ്. ആറന്മുളക്കാർക്ക് ഓണമെന്നാൽ തിരുവോണത്തോണി വരുന്നത് കാത്തിരിക്കുക എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ കൂടും, ഇത് കാണും. ഭക്തിനിർഭരമായ ചടങ്ങുകൾ. ആറന്മുള വള്ളസദ്യ എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണല്ലോ അല്ലേ? എത്രയോ മലയാളികൾ എല്ലാ വർഷവും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സദ്യയാണ്. പക്ഷെ എല്ലാവർക്കും അതിനുള്ള ഒരു അവസരവും കിട്ടാറില്ല രഞ്ജിത്ത്. ശശിനാരായണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, തിരുവോണത്തോണി എത്തി, എന്തൊക്കെയാണ് മറ്റ് വിശിഷ്ട ചടങ്ങുകൾ? രഞ്ജിത്തെ പുലർച്ചയോട് കൂടിയാണ് തിരുവോണത്തോണിയിൽ ആറന്മുള ക്ഷേത്രത്തിലെ സദ്യക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി എത്തിയത്. കാട്ടൂരിൽ നിന്നും ശനിയാഴ്ച വൈകിട്ട് പുറപ്പെട്ട തിരുവോണത്തോണി മങ്ങാട്ട് ഭട്ടതിരി, മങ്ങാട്ടിലത്തെ അരു ഭട്ടതിരിയുടെ സാന്നിധ്യത്തിലാണ് ഈ തിരുവോണത്തോണി വിഭവങ്ങളുമായി ക്ഷേത്രക്കടവിൽ പുറത്തെത്തിയ ക്ഷേത്രക്കടവിൽ തിരുവോണത്തോണിയെ ആറന്മുളയിലെ വഞ്ചിപ്പാട്ടിന്റെയും അതുപോലെ തന്നെ ഭക്തിയുടെയും നിറവിൽ ഭക്തജനങ്ങൾ സ്വീകരിക്കുകയും വിഭവങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ചെയ്തു. ഉച്ചയോടുകൂടി ഈ വിഭവങ്ങൾ
പാകം ചെയ്ത് സദ്യ കുടിക്കും. അതിനുശേഷമായിരിക്കും സദ്യ ഉണ്ടതിന് ശേഷമായിരിക്കും മങ്ങാട്ട് ഭട്ടതിരി തിരികെ കരമാർഗം തിരിച്ചു പോകുക. എന്തായാലും വലിയ ഒരു ഭക്തിയുടെ, ഒരു വഞ്ചിപ്പാട്ടിന്റെയും ഒരു ആചാരത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഭാഗമാണ് ആറന്മുളക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ വള്ളസദ്യയും ഈ തിരുവോണം തോണിയുടെ വരവും. അത് ഇന്ന് തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളും ഈ തിരുവോണത്തോണി സ്വീകരിക്കണമെത്തിയിരുന്നു. കാട്ടൂരിലെ വിവിധ കരകളിൽ നിന്ന് 18 കരകളിൽ നിന്ന് സ്വീകരിക്കുന്ന വിഭവങ്ങൾ ഇന്ന് ഈ സദ്യ ആറന്മുള ക്ഷേത്രത്തിൽ നടക്കുന്ന തന്നെ കാട്ടൂർ 18 നായന്മാരുടെ അന്നും കൂടി തിരുവോണത്തോണിയുടെ കൂടെ ഒപ്പം മങ്ങാട്ട് പദ്ധതിയുടെ മങ്ങാട്ടിലെത്തുന്ന ഒരു നല്ലൂർ പദ്ധതിയുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് വർഷങ്ങളായിട്ടുള്ള നൂറ്റാണ്ടുകളായിരിക്കുന്ന പാരമ്പര്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തരംഗമാണ്. ആറന്മുളക്കാരെ സംബന്ധിച്ച് പറയാൻ ഓണത്തിനേക്കായി ഏറ്റവും വലിയ അവർ ഏറ്റവും കൂടുതൽ ആലപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചടങ്ങുകളാണ് ഒരു പ്രാധാന്യം. ശശിനാരായണ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ആറന്മുളയിൽ തിരുവോണത്തോണി എത്തി, ഭക്തജനങ്ങൾ തിരുവോണത്തോണിയെ സ്വീകരിച്ചു. വിഭവങ്ങളുമായി ആറന്മുള തപ്പനുള്ള വിഭവങ്ങളുമായാണ് തിരുവോണത്തോണിയിൽ, ഓണവിഭവങ്ങളുമാണ് എത്തുക. അത് എല്ലാ കാര്യങ്ങളും കാണും. നമുക്കറിയാം 64-69 കൂട്ടമൊക്കെയാണ് ഈ ആറന്മുള സദ്യക്ക് വിളമ്പുന്നത്. അതിനനുസരിച്ചുള്ള വിഭവങ്ങളുമായാണ് എല്ലാ സംഗതികളും ഉണ്ടാകും. പച്ചക്കറി മുതൽ എല്ലാ സാധനങ്ങളും, പഴവർഗ്ഗങ്ങൾ മുതലെല്ലാം ഈ തിരുവോണത്തോണിയുടെ ഭാഗമായി ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളും നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല രീതിയിലാണ് ആചരിക്കാറുള്ളത്. പത്തനംതിട്ടയുടെ ഒരു പ്രത്യേകതയാണ്, ആറന്മുളയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ കണ്ടത്. പിന്നെ രഞ്ജിത്ത്, നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ നാടോടി കലകളുടെ ഒരു കാലം കൂടിയാണ്, അതിന്റെ ആഘോഷം കൂടിയാണ്. പുലരുവോളം പാടുന്ന വടക്കൻ പാട്ട്, തുമ്പിതുള്ളൽ പാട്ടൊക്കെ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുണ്ടാകും. ആ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുടെ താളത്തിലേക്ക് നമുക്കൊരു മടക്കയാത്ര പോയിട്ട് വരാം, അല്ലേ? അതെ അതെ. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ കലാകാരന്മാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവർ നാടൻ പാട്ടുകളും തുമ്പിത്തുള്ളലും അതുപോലെ തന്നെ മറ്റു കലാരൂപങ്ങളും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഓണത്തിൻ്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ് ഈ ടീം നമ്മോടൊപ്പം ചേരുന്നത്. അതോടൊപ്പം തന്നെ ഈ നാടൻ ശീലുകൾ, ഇന്ന് നാടൻ ശീലുകൾക്കേറെ മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ തനി നാടൻ സ്റ്റൈലുകളിൽ മാത്രം ഗാനങ്ങൾ ആലപിച്ചു വരുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ. ഇവർ നമുക്കായി ചെറിയ ഗാനങ്ങളുടെ ശീലുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. നമുക്ക് ഇവരോടൊപ്പം ചേരാം. ആദ്യ പാട്ട് എന്ന് പറയുന്നത് തുമ്പിതുള്ളൽ പാട്ടാണ്. ഓണക്കാലങ്ങളിൽ നമ്മുടെ അമ്മമാരും സഹോദരിമാരും വട്ടം കൂടിയിരുന്ന് പാട്ടുകൾ പാടി കൈത്താളത്തിൽ വളരെയധികം രസകരമായിട്ടുള്ള പാട്ടുകൾ പാടി കൊണ്ടാണ് തുമ്പിതുള്ളൽ പാട്ട് അവതരിപ്പിക്കാറ്. അത്തരത്തിലുള്ള ഒരു തുമ്പിതുള്ളൽ പാട്ടാണ് ആദ്യമായിട്ട് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഒന്നാം തുമ്പേ തുമ്പിന്ദ്രനാളെ പൂവാർ മണിപ്പൂരം തുമ്പേളിക്കാം, അപ്പിയിലെ കുപ്പിയിലെളം കുപ്പി മേലോട്ടിളം ചക്കി വേടത്തി പെണ്ണെ തുളർ മണിച്ചന്തം പൂവാർ മണിപ്പൂരം തുമ്പേളിക്കാം. ഒന്നാം തുമ്പേ തുമ്പിന്ദ്രനാളെ രണ്ടാം തുമ്പേ തുമ്പേന്ദ്രനാളെ പൂവാർ മണിപ്പൂരം തുമ്പേടിക്കാം, അപ്പിയിലെ കുപ്പിയിലെളം കുപ്പി മേലോട്ടിളം ചക്കി വേടത്തി പെണ്ണെ തുളർ മണിച്ചന്തം പൂവാർ മണിപ്പൂരം തുമ്പേളിക്കാം. മൂന്നാം തുമ്പേ തുമ്പേന്ദ്രനാളെ പൂവാർ മണിപ്പൂരം തുമ്പേളിക്കാം, അപ്പിയിലെ കുപ്പിയിലെളം കുപ്പി മേലോട്ടിളം ചക്കി വേടത്തി പെണ്ണെ തുളർ മണിച്ചന്തം പൂവാർ മണിപ്പൂരം തുമ്പേളിക്കാം. നാലാം തുമ്പേ തുമ്പേന്ദ്രനാളെ പൂവാർ മണിപ്പൂരം തുമ്പേളിക്കാം, അപ്പിയിലെ കുപ്പിയിലെളം കുപ്പി മേലോട്ടിളം ചക്കി വേടത്തി പെണ്ണെ തുളർ മണിച്ചന്തം പൂവാർ മണിപ്പൂരം തുമ്പേളിക്കാം. അഞ്ചാം തുമ്പേ തുമ്പേന്ദ്രനാളെ പൂവാർ മണിപ്പൂരം തുമ്പേളിക്കാം, അപ്പിയിലെ കുപ്പിയിലെളം കുപ്പി മേലോട്ടിളം ചക്കി വേടത്തി പെണ്ണെ തുളർ മണിച്ചന്തം പൂവാർ മണിപ്പൂരം തുമ്പേളിക്കാം. പൂവാർ മണിപ്പൂരം തുമ്പേളിക്കാം,
ഓണക്കാലങ്ങളിലാണ് ഒട്ടേറെ കഥാഖ്യാനപ്പാട്ടുകൾ പാടിക്കൊണ്ട് രാവ് മുതൽ പുലരും വരെ ഇവിടെ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ പാടിക്കളിക്കാറുള്ള വടക്കം പാട്ടുകൾ. ഒരുപാട് പ്രദേശങ്ങളിൽ വ്യത്യസ്ത ശൈലിയിൽ ആലാപിക്കുന്ന പാട്ടുകളാണ്. അത്തരത്തിലുള്ള ഒരു വടക്കം പാട്ടാണ് അടുത്തതായി ഞങ്ങൾ ഇവിടെ പാടുന്നത്. ആറ്റുമണമേലെന്തുണ്ണിയാർച്ച അങ്ങനെ ഊണും കഴിഞ്ഞങ്ങുറക്കമായി. അങ്ങനെ ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ്, അങ്ങനെ ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ്. അങ്ങനെ പുലരുവാനേഴര ഉള്ളപ്പോൾ, അങ്ങനെ പുലരുവാനേഴര ഉള്ളപ്പോൾ, അങ്ങനെ ഞെട്ടിയുണരുന്നുണ്ടുണ്ണിയാർച്ച, അങ്ങനെ ഞെട്ടിയുണരുന്നുണ്ടുണ്ണിയാർച്ച. അങ്ങനെ അല്ലി മലർ കാവിൽ കൂത്തല്ലാണ്, അങ്ങനെ അയ്യപ്പൻ കാവിൽ വിളക്കല്ലാണ്. അങ്ങനെ നിത്യാദിനായങ്ങു പോക വേണം, അങ്ങനെ നിത്യാദിനായങ്ങു പോക വേണം. ഒരു വട്ടക്കളിപ്പാട്ടാണ്. വട്ടത്തിൽ കളിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. കൂടാതെ ഒരു കൂട്ടായ്മയുടെ ഫലം കൂടിയാണ്. ഓണക്കാലങ്ങളിൽ ഒട്ടനവധി ദേശങ്ങളിൽ വട്ടക്കളികൾ അവതരിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ ഞങ്ങളുടെ ദേശത്തു നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ഒരു വട്ടക്കളിപ്പാട്ട്. ഒന്നാം കതിരേ കതിരേ തോപ്പേ തൊണ്ണൂറ്റിടങ്ങഴി തിന വിതച്ചേ, തിനയ്ക്കൊപ്പം പൂങ്കുല കതിരൊപ്പം നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് കതിരും കൊത്തി. പൂങ്കുല കതിരൊപ്പം നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് കതിരും കൊത്തി. രണ്ടാം കതിരേ കതിരേ തോപ്പേ തൊണ്ണൂറ്റിടങ്ങഴി തിന വിതച്ചേ, നാം കതിരേ കതിരേ തോപ്പേ തൊണ്ണൂറ്റിടങ്ങഴി തിന വിതച്ചേ. തിനയ്ക്കൊപ്പം പൂങ്കുല കതിരൊപ്പം നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് കതിരും കൊത്തി. പൂങ്കുല കതിരൊപ്പം നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് കതിരും കൊത്തി. മൂന്നാം കതിരേ കതിരേ തോപ്പേ തൊണ്ണൂറ്റിടങ്ങഴി തിന വിതച്ചേ, തിനയ്ക്കൊപ്പം പൂങ്കുല കതിരൊപ്പം നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് കതിരും കൊത്തി. തിനയ്ക്കൊപ്പം പൂങ്കുല കതിരൊപ്പം നിരന്നപ്പോൾ അതിലൊരു കിളി വന്ന് കതിരും കൊത്തി. ഓണക്കാലങ്ങളിൽ ഒട്ടേറെ വിനോദകലകൾ ഉള്ളതാണ് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുമ്മാട്ടിപ്പാട്ടാണ് അടുത്ത് നമ്മൾ പാടുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പല ഇടങ്ങളിലും കുമ്മാട്ടി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പാട്ടുകൾ എന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പാടുന്നത്. അത്തരത്തിലുള്ള ഒരു കുമ്മാട്ടിപ്പാട്ട്. തള്ളേ തള്ളേ എങ്ങട് പോണു ഭരണിക്കാവിലെ നെല്ലിനു പോണേ, തള്ളേ തള്ളേ എങ്ങട് പോണു ഭരണിക്കാവിലെ നെല്ലിനു പോണേ. അവിടുത്തെ തൊമ്പുരാൻ എന്തു പറഞ്ഞേ തല്ലാൻ വന്നേ കുത്താൻ വന്നേ, അവിടുത്തെ തമ്പുരാൻ എന്തു പറഞ്ഞേ തല്ലാൻ വന്നേ കുത്താൻ വന്നേ. ഓടിയൊളിച്ചു കൈതക്കൂട്ടിൽ കൈതെനിക്കൊരു പൂവ് തന്നേ, ഓടിയൊളിച്ചു കൈതത്തോപ്പിൽ കൈതെനിക്കൊരു പൂവ് തന്നേ.
പൂവ് കൊണ്ട് മാടത്തിൽ വെച്ചു മാടമേനിക്കൊരു കയറു തന്നേ. പൂവ് കൊണ്ട് മാടത്തിൽ വെച്ചു മാടമേനിക്കൊരു കയറു തന്നേ. ഒരുപാട്. അപ്പൊ അങ്ങനെ ഈ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗതമായ ഒരുപാട് കലകളുടെ ഒരു സംഗമമാണ്. ഇപ്പൊ നമ്മൾ തുമ്പിതുള്ളൽ കണ്ടു, വടക്കൻ പാട്ട് കണ്ടു, കുമ്മാട്ടിപ്പാട്ട് കണ്ടു. അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ കൂടിയുണ്ട്. ഓരോ നാടിനും ഓരോ പ്രത്യേകതയാണല്ലോ. ഒരു ഓണാട്ടുകരയിലെ ആഘോഷമൊക്കെ എങ്ങനെയാണ്? ഓണാട്ടുകരക്കാരൻ പറ. തുമ്പിതുള്ളലാണ് പ്രധാനം. പക്ഷെ ഇപ്പോഴും തിരുവാതിര, തുമ്പിതുള്ളൽ ഒക്കെയാണ് പ്രധാനം. ഞങ്ങൾ ഈ ഓണ സദ്യയൊക്കെ കഴിയുമ്പോൾ, ഞാൻ എൻ്റെ ചെറുതിലേക്കുള്ള ഓർമ്മ എന്ന് പറഞ്ഞ ഓണസദ്യയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തൊരു സ്കൂളിൻ്റെ ഗ്രൗണ്ടുണ്ട്. അവിടെ സ്ത്രീകളൊക്കെ കൂടി ചേർന്നിട്ട് തിരുവാതിര ഉണ്ടാകും, തുമ്പിതുള്ളലുണ്ടാകും. അങ്ങനെ ഒരുപാട് അന്നത്തെ കലാരൂപം. പക്ഷെ അതൊന്നും തുമ്പിതുള്ളൽ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം ആ ഗ്രൗണ്ട് തന്നെ അടച്ചുപൂട്ടി ചുറ്റും മതിലായി. ഈ പറഞ്ഞ ആളുകളെയൊന്നും നമ്മൾ കാണുന്നില്ല. പലരും പല പുറത്തെ രാജ്യങ്ങൾ. ഞാനിപ്പോൾ ഈ തിരുവോണത്തിന് പോലും ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം ആ ഓണത്തിൻ്റെ ആ പഴയ ഒരു ഗരിമയോടുകൂടി നമുക്കിപ്പോൾ ആഘോഷിക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ ഓണത്തിനുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്. പുതിയ തലമുറ ഇപ്പം എൻ്റെ മകനും മകളും ഒക്കെ പൂക്കളം ഇട്ടു, പൂ വാങ്ങി. എന്നാൽ നമ്മളൊക്കെ പണ്ട് പല സ്ഥലങ്ങളിൽ പോയി പൂ കളക്ട് ചെയ്ത് തുമ്പപ്പൂവൊക്കെ ആഘോഷമാണ്. നമ്മൾ തലേന്ന് വൈകിട്ടേ തുടങ്ങും ഈ പൂ ശേഖരിക്കാനായിട്ട്, തൊടിയിലും പറമ്പിലും ഒക്കെ നടന്നിട്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ആരും ചോദിച്ചുകൊണ്ട് പറഞ്ഞാണെങ്കിലും ഈ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ, ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ മാവേലി മനനെ വരവേൽക്കുന്ന പരമ്പരാഗത ശൈലിയിൽ തുടങ്ങി ഫ്ലാഷ് മോബിലെത്തി പുതിയ തലമുറയുടെ, ഇതാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്, പുത്തൻ വൈബിലേക്ക് മാറിയിരിക്കുകയാണ് ഓണാഘോഷങ്ങൾ. എല്ലാവർക്കും അറിയാം. വണ്ടൂർ VMC ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഓണാഘോഷ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. മെഗാ തിരുവാതിര, ഫ്ലാഷ് മോബ് മുതലായവ വിദ്യാർത്ഥികളുടെ അതിരില്ലാത്ത ആവേശത്താൽ ശ്രദ്ധേയമായി. കൊണ്ടുവേണം കൂടൽ വേണം കുരവ് വേണം ഓ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ രഗതൈതേതോ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ രഗതൈതേതോ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ രഗതൈതേതോ തിത്തിത്താരാതിത്തിത്തൈ തിത്തൈ രഗതൈതേതോ. കോളേജുകളിലൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിരുന്നു ഓണാഘോഷങ്ങൾ. നമ്മൾ പലപ്പോഴും കണ്ടു, സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം കുട്ടികൾ ഈ പിന്നെ എന്താണ് സെറ്റ് മുണ്ടുമൊക്കെ ധരിച്ച് മുണ്ടൊക്കെ എടുത്ത ഒരുപാട് ആളുകളെ കാണാം. തീർച്ചയായും തകർപ്പൻ ഓണാഘോഷമാണ്. തകർപ്പൻ ഓണാഘോഷം, പുതിയ ഓണാഘോഷമാണ്. ഒരു സ്കൂളിൽ നടന്ന ഓണാഘോഷമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്കിനി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണം. തിരുവോണനാളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഇന്ന് മുതൽ 22-ാം തീയതി വരെയുള്ള തിരക്ക് കണക്കിലെടുത്ത് ദർശന സമയം 1 മണിക്കൂർ കൂടി കൂട്ടിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4:30-ക്ക് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടന്നു. രാജു ഗുരുവായൂർ നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാജു, ഓണാശംസകൾ ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ടോ? തിരുവോണ ദിവസം എന്താണ് അവിടുത്തെ പ്രധാന ചടങ്ങുകൾ? തീർച്ചയായും ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ആൻഡ് ആര്യ. ഊഷ്മളമായ തിരുവോണ ആശംസകൾ നേരുന്നു. പ്രധാനമായും ഇന്ന് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കുന്ന ചടങ്ങാണ് പ്രധാനമായും ക്ഷേത്രത്തിൽ നടക്കുന്നത്. രാവിലെ 4:30 തന്നെ ക്ഷേത്രം ഊരാളൻ ഗുരുവായൂരപ്പന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. പിന്നീട് ദേവസ്വം ചെയർമാൻ ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പിച്ചു. ഉഷപൂജ വരെ ഓണപ്പുടവ സമർപ്പിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ന് മുതൽ 22-ാം തീയതി വരെ തിരക്ക് കണക്കിലെടുത്ത് ദർശന സമയം 1 മണിക്കൂർ കൂട്ടിയിട്ടുണ്ട്. തിരുവോണ നാളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഉണ്ടാകും. തിരുവോണത്തിന് 10,000 പേർക്കുള്ള വിശേഷാൽ പ്രസാദ ഊട്ട് ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് തന്നെ പ്രസാദ ഊട്ട് ആരംഭിക്കും. പ്രസാദ ഊട്ടിനായുള്ള ക്യൂ ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിപ്പിക്കും. പഴം പ്രഥമൻ ഉൾപ്പെടെയുള്ള വിഭവ സമൃദ്ധമായ ഓണസദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലുമാണ് പ്രസാദ ഊട്ട്. ക്ഷേത്രക്കുളത്തിന് സമീപത്ത് അതിനുവേണ്ടിയുള്ള ക്യൂ സംവിധാനം പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ തിരുവോണ ആഘോഷങ്ങൾക്കായി 22 ലക്ഷം രൂപയാണ് ദേവസ്വം ചെലവഴിക്കുന്നത്.
ഓണനാടുകളിൽ ശ്രീ ഗുരുവായൂരപ്പ ദർശനത്തിന് എത്തുന്ന ഭക്തരുടെ സൗകര്യാർത്ഥം 22-ാം തീയതി വരെ ദർശന സമയം 1 മണിക്കൂർ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷേത്രം ഈ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 3:30 തുറക്കും. ഓണം മുതൽ സെപ്റ്റംബർ 22 വരെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ സ്പെഷ്യൽ ദർശനത്തിനും അതുപോലെ തന്നെ VIP ദർശനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പനെ തിരുവോണ നാളിൽ ഒരു നോക്ക് കാണാനും ഭഗവാനെ ഓണപ്പുടവ സമർപ്പിക്കാനുമായി വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. രഞ്ജിത്ത് ആൻഡ് അശ്വതി. ശരി ശരി, അശ്വതിയല്ല ആര്യാണ്. എന്തായാലും രാജു, ഹാപ്പി ഓണം. ഓണമൊക്കെ അടിച്ചു പൊളിക്കുക. അപ്പോൾ അതാണ് ഗുരുവായൂരിലെ കാഴ്ചകൾ. അവിടെ ഓണപ്പുടവ സമർപ്പണമാണ് പ്രധാനമായ ഇന്നത്തെ ചടങ്ങ്. ഇന്നലെ കാഴ്ചക്കുല സമർപ്പണം നമ്മൾ കണ്ടതാണ്. ഇനി ഇതേപോലെ തന്നെ ഓണത്തിന്റെ തുടക്കം തൃക്കാക്കരയിൽ നിന്നാണ് എന്നാണ് പൊതുവെ കേൾക്കുന്നത്. തൃക്കാക്കര വാമനമൂർ ക്ഷേത്രത്തിലാണ് ഓണച്ചടങ്ങുകൾ ഏറ്റവും പ്രധാനമായി അതിന്റെ ഗംഭീരമായി നടക്കുക. ഈ വാമനമൂർത്തി ക്ഷേത്രങ്ങൾ അത്തരത്തിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്തരത്തിൽ വലിയ ആഘോഷമാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്. നമുക്കറിയാം വാമനന്റെയും മഹാബലിയുടെയും ഒക്കെ പ്രാധാന്യം അറിയാം. അപ്പോൾ അവിടുത്തെ ആ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കും അതുപോലെ പ്രാധാന്യമുണ്ട്. ടോം കുര്യാക്കോസ് അവിടെയുണ്ട്. ടോം അല്പസമയത്തിനകം എത്തും എന്ന് നമുക്ക് കരുതാം. കാരണം തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് പോയാൽ തൃക്കാക്കര നമുക്കറിയാം ഓണത്തിൻ്റെ എല്ലാവിധ ആഘോഷങ്ങളും അവിടെ ആരംഭിക്കുന്നത്. നമ്മൾ അങ്ങനെ പറയും, ഓണം ആരംഭിക്കുന്നത് തൃക്കാക്കരയിൽ നിന്നാണ്. അവിടെ ഈ ഓണ സമയത്ത് മാത്രമല്ല ബാക്കി സമയത്തും ഒക്കെ തിരക്കുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഞാൻ ഈ പല സമയത്തും ഓണ ദിവസങ്ങളിലൊക്കെ അവിടെ റിപ്പോർട്ടിങ്ങിന്, എറണാകുളത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ റിപ്പോർട്ടിങ്ങിന് അവിടെ പോയിട്ടുണ്ട്. ഈ പല ക്ഷേത്രങ്ങൾക്കും പലതരത്തിലുള്ള സങ്കല്പങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട് ആര്യ. കാരണം ഈ ഓണവുമായി ബന്ധപ്പെട്ട ഈ തൃക്കാക്കര അപ്പന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ഓണപ്പൂക്കളത്തിനോടനുബന്ധിച്ച് ചിലര് ഓണപ്പൂക്കളത്തിന്റെ നടുക്കാണ് അല്ലെങ്കിൽ സൈഡിലായിട്ട് വിളക്ക് കത്തിച്ച് വെച്ച് ഈ തൃക്കാക്കര അപ്പനെ ഒരുക്കി വെക്കും. അതിന്റെ ഒരു ഐതിഹ്യം എന്താണെന്നറിയോ രഞ്ജിത്തിന്? അതായത് നമുക്ക് എല്ലാവർക്കും ഓണമാകുമ്പോൾ മലയാളികൾ തൃക്കാക്കര അപ്പനെ പോയി കണ്ട് വണങ്ങണം എന്നുള്ളതാണ് ഒരു വിശ്വാസം. അതിന് സാധിക്കാത്ത ആളുകൾ ഇത്തരത്തിൽ വീടുകളിൽ തൃക്കാക്കര അപ്പനെ മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ അവിടെ ക്ഷേത്രത്തിൽ പോയതിന് തുല്യമാകും. അങ്ങനെ ഒരു വിശ്വാസമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തൃക്കാക്കരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസം അങ്ങനെയാണ്. ഇന്നലെ തൃക്കാക്കര പൂരം നടക്കുകയുണ്ടായി. അതിഗംഭീരമായ ആഘോഷമായിരുന്നു അവിടെ നടന്നത്. ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോം, ഗുഡ് മോർണിംഗ്. ഓണാശംസകൾ. എങ്ങനെ പോകുന്നു തൃക്കാക്കരയിലെ ഓണം വൈബ്സ്? രഞ്ജിത്തോ, ഓണാശംസകൾ. രാവിലെ നല്ല മുണ്ടൊക്കെ എടുത്ത് നല്ല സുന്ദരനായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ ഈ മലയാളികളുടെ ഒരു ഓണസങ്കല്പം എന്ന് പറയുമ്പോൾ തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇതിന്റെ ഒരു ഓണത്തിന്റെ ഒരു ഐതിഹ്യം തന്നെ തുടങ്ങുന്നത് ഈ തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ്. തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്നത് അത് ഭഗവാൻ, അതായത് വിഷ്ണുവാണ്. വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള വാമന മൂർത്തി ക്ഷേത്രം, അത് ഈ വാമനന്റെ ഇതിലുള്ള പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കരയിലേത്. ഇതിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ഐതിഹ്യത്തിന്റെ, ഈ ഓണത്തിന്റെ ഒരു ഐതിഹ്യം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പല കഥകളുണ്ട്. അതിലൊന്നാണ് ഈ വാമൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്നു അല്ലെങ്കിൽ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തുന്നു എന്ന ചില ഐതിഹ്യങ്ങൾ, കഥകളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന തൃക്കാക്കര എന്ന പേര് പോലും തിരുകാൽക്കര, അതായത് ഭഗവാന്റെ പാദസ്പർശമേറ്റ ഭൂമി, മണ്ണ് എന്നൊക്കെയാണ് ഇതിന്റെ ഒരു ഈ പേര്. തൃക്കാക്കര, ഈ തിരുകാൽക്കരയാണ് പിന്നീട് തൃക്കാക്കരയായി മാറിയെന്നൊക്കെയാണ് ചരിത്രം. അങ്ങനെയുള്ള പല കഥകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരുപക്ഷെ പറയേണ്ടത് തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നിരവധി ആളുകൾ ഇവിടെ രാവിലെ തന്നെ കഴിഞ്ഞ 10 ദിവസമായി ഇവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് തന്നെ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ്. അതായത് അത്തം നാളിൽ, ഈ അത്തച്ചമയത്തിന് തൃപ്പൂണിത്തുറയിലേക്ക് ഇവിടെ നിന്നാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പിന്നീട് 10 ദിവസം നീണ്ടു, മുൻപൊക്കെ, അതായത് വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുൻപ് 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളായിരുന്നെങ്കിൽ പിൽക്കാലത്തത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളായി ചുരുക്കുന്നു. അങ്ങനെയാണ് ഈ അത്തം നാൾ മുതൽ തിരുവോണ നാൾ വരെയും പിന്നീട് ഇതിന്റെ ചടങ്ങുകൾ മാറുന്നത്. ഇന്ന് ആറാട്ടോടുകൂടി ഇതിന്റെ ചടങ്ങുകൾ അവസാനിക്കുകയാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ഓണത്തിന് ഒരു നല്ല ഐശ്വര്യമുള്ള ഒരു വർഷത്തിന് വേണ്ടി ഇവിടെ എത്താറുണ്ട്. എനിക്ക് തോന്നുന്നു എവിടെ നിന്നാണ് വരുന്നത്?
ഞങ്ങൾ ഒബ്രോമാളിന്റെ അടുത്ത് എടപ്പള്ളി. എല്ലാ വർഷവും വരും? എല്ലാ വർഷവും ഇവിടെ വരും. എങ്ങനെയാ അതൊരു ഐശ്വര്യത്തിന്റെ? നമ്മൾക്ക് ഓണം എന്ന് പറയുന്നത് തൃക്കാക്കര അപ്പനാണല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ട് നമ്മളെല്ലാ വർഷവും ഓണം മെയിനായിട്ട് തൃക്കാക്കരപ്പനെ വന്ന് വണങ്ങി അതിനുശേഷം മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ. വന്നതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഓണാഘോഷത്തിലേക്ക് കടക്കുക, തിരുവോണാഘോഷത്തിലേക്ക് കടക്കുക. അതിനുശേഷം നമ്മുടെ സദ്യയും ഓണസദ്യയും എന്തുകൊണ്ടും മലയാളികൾക്ക് ഏറ്റവും അതല്ല ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഫെസ്റ്റിവലാണ് ഓണം. സർവ്വ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് ഓണം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ ശ്രമിക്കണം. മലയാളികളുടെ മനസ്സിലെന്നും ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഈ ഓണം എന്ന സങ്കല്പം. ഇതൊരു ഐശ്വര്യത്തിന് തുടക്കം അല്ലെ? ഇവിടെ നിന്ന് ഇവിടെ ഒരു ദർശനം. നമുക്ക് ഒരുപാട് മഹാമാരികളൊക്കെ നമുക്ക് പിന്തുടരുന്നുണ്ടെങ്കിലും നമ്മൾ അതെല്ലാം അതിജീവിച്ചൊരു പുതിയ പ്രതീക്ഷയോടെയാണ് ഓണത്തെ കാണുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഓണാശംസകൾ. കുടുംബമായിട്ട് എല്ലാവരുമായിട്ട് മോന് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. എത്ര വർഷമായിട്ട് സാധാരണ പതിവായിട്ട് ഇങ്ങനെ വരും? ഞാനിപ്പോ ഒരു കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. ഇപ്പൊ ചെറുപ്പത്തിൽ മുതൽ ഈ പ്രായത്തിൽ തൊഴിലിൽ ഞങ്ങൾ കൂട്ടുകാർ കൂടി വന്ന് ഇവിടെ കളിച്ചു വളരുന്ന ഒരു പ്രായം തുടങ്ങി. നമ്മൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ജനിച്ചു വളർന്നൊരു നാട് തന്നെയാണ് തൃക്കാക്കര. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഓണം ഉണ്ടെങ്കിൽ തൃക്കാക്കരപ്പനെ വന്ന് കണ്ടിട്ട് ഓണം ആഘോഷിക്കാറുള്ളൂ. ചെറുപ്പം മുതലേ വരുന്നതാണ്. കുട്ടികളായ പ്രായം തുടങ്ങി ഇവിടെ വന്ന് ക്ഷേത്രത്തിൽ വന്ന് പോകുന്നു. മോന്റെ പേരെന്താ? സൗരവ്. ഇത്തവണത്തെ ഓണം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ആണ്. എന്തൊക്കെയാ ഓണത്തിന്റെ ഈ തിരുവോണ ദിവസം എന്തൊക്കെയാ പരിപാടികൾ? എന്തൊക്കെയാ അമ്മ വീട്ടിലൊക്കെ പോകും? വേറെ എന്തൊക്കെയാ പിന്നെ കളികളൊക്കെ ഉണ്ടോ? കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്നിച്ചു കൂടും? വേറെ കസിൻസ് ഒക്കെ വരുമോ? ഓക്കെ. അപ്പൊ ഓണാശംസകൾ. ഇതാണ് ഇങ്ങനെ നിരവധി കുടുംബസമേതമാണ് ഓരോ വ്യക്തികളും ഇവിടെ ഈ തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് എത്തിയിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും രാവിലെ മുതൽ തന്നെ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ടാണ് ഇത്, അതായത് ഈ തിരുവോണ നാളിൽ വൈകിട്ട് 6 കൂടിയാണ് ഇതിന്റെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാവുക. അല്പസമയത്തിനകം തന്നെ വാമനൻ മാവേലിയെ വരവേൽക്കുന്ന ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷമാണ് മറ്റ് ഈ ക്ഷേത്രത്തിന് ചുറ്റും വാമൻ മഹാബലിയെ വരവേൽച്ച് പിന്നീട് ഇതുവഴി ദർശനം നടത്തുന്ന ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത്. പിന്നീട് ഏകദേശം ഒരു 10:30 ഈ ഓണത്തിന്റെ, അതായത് മഹാബലി ചവിട്ടിത്താഴ്ത്തുന്നു എന്ന ഐതിഹ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ നടക്കും. പിന്നീടാണ് ഓണസദ്യ. ഏകദേശം 25,000-ഓളം ഭക്തർ ഇവിടെ തിരുവോണ നാളിൽ ഓണസദ്യ ഉണ്ണാൻ വരുമെന്നുള്ളതാണ് ഈ സംഘാടകർ കണക്കുകൂട്ടുന്നത്. ഇന്നലെ തന്നെ, അതായത് ഉത്രാടം നാളിൽ തന്നെ ഏകദേശം 10,000-ലധികം ആളുകൾ ഇവിടെ ഓണസദ്യ ഉണ്ണാൻ എത്തിയിരുന്നു. ഇന്ന് 25,000 പേർ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നതും. അങ്ങനെ വലിയ ആഘോഷമാണ് അവിടെ. ടോമമ്മ ആഘോഷത്തിന്റെ ഭാഗമാവുകയാണ്. നമുക്ക് തൃക്കാക്കര അപ്പൻ എന്നത് ഒരുപാട് വലിയ സങ്കല്പങ്ങളുടെ അവിടെ എത്തിയ ഭക്തജനങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. അതായത് അവർക്ക് ഓണം എന്ന് പറഞ്ഞാൽ തൃക്കാക്കര അപ്പൻ തൃക്കാക്കരയിലെത്തി ആ പൂജകളുടെ ഭാഗമാകുക, അതിനുശേഷം അവിടെ നിന്ന് സദ്യ കഴിക്കുന്നതാണ് അവർക്ക് ഏറെ പ്രിയങ്കരം എന്നുള്ളത്. അപ്പോൾ അത് എറണാകുളംകാരുടെ ഒരു സ്പെഷ്യൽ ഓണം. ജില്ലകളിൽ നിന്നൊക്കെ വരാറുണ്ട്. പ്രത്യേകിച്ച് എറണാകുളംകാർ, തൃക്കാക്കരക്കാർ അത് മിസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. വലിയ സദ്യയൊക്കെ ഉണ്ട്, വലിയ ഓണസദ്യയൊക്കെ അവിടെ ഒരുക്കാറുണ്ട് ആ ദിവസം. ഏതായാലും നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. അതിനുശേഷം മറ്റ് വാർത്തകളിലേക്ക് കൂടി കടക്കാം. രാത്രി 9:30 ന്യൂസ് 18.
വെൽക്കം ബാക്ക്. മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. എന്തായാലും രഞ്ജിത്ത്, ഓണമൊക്കെയാണ്, ആഘോഷമൊക്കെയാണ്, പക്ഷെ അതിനിടയിൽ നമുക്ക് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കി പോകണം അല്ലേ? ഇന്നലെയാണ് നിപ സംശയത്തെ തുടർന്ന് മലപ്പുറം അതീവ ജാഗ്രതയിലാണ്. കാരണം മലപ്പുറം വണ്ടൂരിൽ നടുവത്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. നിപ മൂലമെന്നാണ് ഇപ്പോൾ സംശയം. ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലത്തിനായി കാത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, വീണ്ടും നിപ്പ ആശങ്കയാണ്. ഫലത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ പ്രാഥമിക പരിശോധനയിൽ നിപ്പ മൂലമാണ് മരണപ്പെട്ടത് യുവാവ് എന്നുള്ള ഒരു സ്ഥിരീകരണമാണുള്ളതല്ലേ? ഇതില് കോഴിക്കോട് നിന്നുള്ള പരിശോധനാ ഫലത്തിന്റെ സൂചനകളാണ് നിപ്പ പോസിറ്റീവാണ് എന്ന തരത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ അത് ഇയാൾ മരിച്ച ആശുപത്രിയിലെ അധികൃതർ തന്നെ ഔദ്യോഗികമായിട്ട് അതിന്റെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് നമ്മളോട് അറിയിച്ചിരുന്നത്. അതായത് ഇവരെ റിട്ടേൺ ആയിട്ടോ ഡോക്യുമെന്റ് വൈസ് ആയിട്ടോ ഇവർക്ക് നിപ്പ എന്ന ഒരു ഫലം ലഭിച്ചിട്ടില്ല. മറിച്ച് അത്തരത്തിലൊരു വിവരം അവർ ഫോൺ വിളിച്ച് അറിയിച്ചു. അതിനെ തുടർന്ന് ഉള്ള ജാഗ്രത എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇതിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരട്ടെ എന്ന നിലപാടിലാണ് ഉള്ളത്. ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫലം വന്നതിന് ശേഷമേ ഔദ്യോഗികമായിട്ടുള്ള മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയുള്ളൂ. നേരത്തെ തന്നെ 2 മാസം മുൻപ് നിപ മലപ്പുറത്ത് സ്ഥിരീകരിക്കുകയും ആരോഗ്യമന്ത്രി തന്നെ ക്യാമ്പ് ചെയ്ത നടപടികളിലൊക്കെ തന്നെ നിർവഹിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു മേഖല, അതായത് നിപ ബാധിച്ചു എന്ന് സംശയിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സജീവമായിട്ട് നടത്തുന്നത്. കോണ്ടാക്ട് ലിസ്റ്റ് ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇയാള് ബാംഗ്ലൂര് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നാട്ടിലെത്തിയത്. അപ്പോൾ നാട്ടിൽ നിന്നാണോ ഈ രോഗബാധ എന്ന് നമുക്ക് പറയാനാകില്ല. ഇയാൾ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇയാൾക്ക് പനിയുണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ആരോഗ്യവകുപ്പിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും പൂനെയിൽ നിന്നുള്ള ഫലം വരും. ഇന്ന് വൈകുന്നേരത്തോടെ അത് ലഭ്യമാകും എന്ന കണക്കുകൂട്ടലാണ് ആരോഗ്യവകുപ്പ്. എന്താണെങ്കിലും ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ആരോഗ്യവകുപ്പ് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിത്ത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നിപ്പ ജാഗ്രതയിലാണ് മലപ്പുറം വീണ്ടും ഉള്ളത്. കഴിഞ്ഞ ദിവസം മരിച്ച യുവാവിന്റെ സ്രവ പരിശോധന ഫലത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ അതിന് ശേഷമുള്ള താൽക്കാലിക ചുമതല നിലവിൽ ആർക്കും നൽകില്ല എന്നാണ് തീരുമാനം. നേതാക്കൾ കൂട്ടമായി ചുമതല നിർവഹിക്കും എന്നാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ മാസം ചേരുന്ന CCPB യോഗങ്ങളിൽ ചർച്ച ചെയ്ത ശേഷം മാത്രം തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അതേസമയം രഞ്ജിത്ത്, ഏവരും ആകാംക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുന്നതാണ് ശിരൂരിലെ ദൗത്യം. അത് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നത് ബുധനാഴ്ച തെരച്ചിൽ തുടങ്ങിയേക്കും എന്നുള്ളതാണ്. ഡ്രഡ്ജർ ചൊവ്വാഴ്ച കാർവാർ തുറമുഖത്ത് എത്തിക്കാൻ തീരുമാനമായി. ഇന്ന് വൈകിട്ടോ തിങ്കളാഴ്ച രാവിലെയോ ഗോവ തീരത്ത് നിന്ന് പുറപ്പെടും. ചൊവ്വാഴ്ച കാർവാറിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, SP M നാരായണ, സ്ഥലം MLA സതീഷ് സെയിൽ, ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാവികസേനയുടെയും ഈശ്വർ മൽപ്പെ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ അന്ന് തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ജമ്മു കശ്മീരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം നാളെ അവസാനിക്കും. പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുണ്ട്. ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ ജമ്മു കശ്മീർ ഒരുക്കിയിട്ടുണ്ട്. 24 മണ്ഡലങ്ങളാണ് വിധി എഴുതുക. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി മരിച്ച RG-കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷും കേസ് ആദ്യം അന്വേഷിച്ച SHOയും അറസ്റ്റിൽ. അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാണ് ഇരുവരെയും CBI അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്ത CBI ബലാത്സംഗ കൊലപാതക കുറ്റങ്ങൾ ചേർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗം തത്സമയ സംരക്ഷണം ചെയ്യണമെന്ന ആവശ്യം നിരസിച്ചതിനെ തുടർന്ന് പ്രതിഷേധ
ഡോക്ടർമാർ അവരെ കാണാതെ മടങ്ങിയെത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപ്പൊ രഞ്ജിത്ത്, നമ്മുടെ നാടൻപാട്ട് സംഘം തയ്യാറാണ് അല്ലെ? ദൃശ്യ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായ കലാസംഘം, കലാകാരന്മാർ ഒരു 10-15-17 പേരോളം നമുക്കിപ്പം ചേരും. അവരുടെ നാടൻപാട്ട് ഉണ്ടാകും, ഒപ്പം അവരുടെ കലാരൂപങ്ങളും പ്രദർശിപ്പിക്കും. അപ്പൊ ആ ഒരു വൈബിലേക്ക് നമുക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രാത്രി 9:30 ന്യൂസ് 18. വെൽക്കം ബാക്ക്. മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. എന്തായാലും രഞ്ജിത്ത്, ഓണമൊക്കെയാണ്, ആഘോഷമൊക്കെയാണ്, പക്ഷെ അതിനിടയിൽ നമുക്ക് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കി പോകണം അല്ലേ? ഇന്നലെയാണ് നിപ സംശയത്തെ തുടർന്ന് മലപ്പുറം അതീവ ജാഗ്രതയിലാണ്. കാരണം മലപ്പുറം വണ്ടൂരിൽ നടുവത്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. നിപ മൂലമെന്നാണ് ഇപ്പോൾ സംശയം. ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലത്തിനായി കാത്തിരിക്കുകയാണ്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, വീണ്ടും നിപ്പ ആശങ്കയാണ്. ഫലത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ പ്രാഥമിക പരിശോധനയിൽ നിപ്പ മൂലമാണ് മരണപ്പെട്ടത് യുവാവ് എന്നുള്ള ഒരു സ്ഥിരീകരണമാണുള്ളതല്ലേ? ഇതില് കോഴിക്കോട് നിന്നുള്ള പരിശോധനാ ഫലത്തിന്റെ സൂചനകളാണ് നിപ്പ പോസിറ്റീവ് ആണ് എന്ന തരത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ അത് ഇയാൾ മരിച്ച ആശുപത്രിയിലെ അധികൃതർ തന്നെ ഔദ്യോഗികമായിട്ട് അതിന്റെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് നമ്മളോട് അറിയിച്ചിരുന്നത്. അതായത് ഇവരെ റിട്ടേൺ ആയിട്ടോ ഡോക്യുമെന്റ് വൈസ് ആയിട്ടോ ഇവർക്ക് നിപ്പ എന്ന ഒരു ഫലം ലഭിച്ചിട്ടില്ല. മറിച്ച് അത്തരത്തിലൊരു വിവരം അവർ ഫോൺ വിളിച്ച് അറിയിച്ചു. അതിനെ തുടർന്ന് ഉള്ള ജാഗ്രത എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇതിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരട്ടെ എന്ന നിലപാടിലാണ് ഉള്ളത്. ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫലം വന്നതിന് ശേഷമേ ഔദ്യോഗികമായിട്ടുള്ള മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയുള്ളൂ. നേരത്തെ തന്നെ 2 മാസം മുൻപ് നിപ മലപ്പുറത്ത് സ്ഥിരീകരിക്കുകയും ആരോഗ്യമന്ത്രി തന്നെ ക്യാമ്പ് ചെയ്ത നടപടികളിലൊക്കെ തന്നെ നിർവഹിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു മേഖല, അതായത് നിപ ബാധിച്ചു എന്ന് സംശയിക്കുന്ന ആൾ, അദ്ദേഹത്തിന്റെ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സജീവമായിട്ട് നടത്തുന്നത്. കോണ്ടാക്ട് ലിസ്റ്റ് ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇയാള് ബാംഗ്ലൂര് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നാട്ടിലെത്തിയത്. അപ്പോൾ നാട്ടിൽ നിന്നാണോ ഈ ഒരു രോഗബാധ എന്ന് നമുക്ക് പറയാനാകില്ല. ഇയാൾ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇയാൾക്ക് പനിയുണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ആരോഗ്യവകുപ്പിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും പൂനെയിൽ നിന്നുള്ള ഫലം വരും. ഇന്ന് വൈകുന്നേരത്തോടെ അത് ലഭ്യമാകും എന്ന കണക്കുകൂട്ടലാണ് ആരോഗ്യവകുപ്പ്. എന്താണെങ്കിലും ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ആരോഗ്യവകുപ്പ് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിത്ത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും നിപ്പ ജാഗ്രതയിലാണ് മലപ്പുറം വീണ്ടും ഉള്ളത്. കഴിഞ്ഞ ദിവസം മരിച്ച യുവാവിന്റെ സ്രവ പരിശോധന ഫലത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും.
CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ അതിന് ശേഷമുള്ള താൽക്കാലിക ചുമതല നിലവിൽ ആർക്കും നൽകില്ല എന്നാണ് തീരുമാനം. നേതാക്കൾ കൂട്ടമായി ചുമതല നിർവഹിക്കും എന്നാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ മാസം ചേരുന്ന CCPB യോഗങ്ങളിൽ ചർച്ച ചെയ്ത ശേഷം മാത്രം തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അതേസമയം രഞ്ജിത്ത്, ഏവരും ആകാംക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുന്നതാണ് ശിരൂരിലെ ദൗത്യം. അത് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നത് ബുധനാഴ്ച തെരച്ചിൽ തുടങ്ങിയേക്കും എന്നുള്ളതാണ്. ഡ്രഡ്ജർ ചൊവ്വാഴ്ച കാർവാർ തുറമുഖത്ത് എത്തിക്കാൻ തീരുമാനമായി. ഇന്ന് വൈകിട്ടോ തിങ്കളാഴ്ച രാവിലെയോ ഗോവ തീരത്ത് നിന്ന് പുറപ്പെടും. ചൊവ്വാഴ്ച കാർവാറിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ, SP M നാരായണ, സ്ഥലം MLA സതീഷ് സെയിൽ, ഡ്രഡ്ജർ കമ്പനി അധികൃതർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാവികസേനയുടെയും ഈശ്വർ മൽപ്പെ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ അന്ന് തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ജമ്മു കശ്മീരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുണ്ട്. ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ ജമ്മു കശ്മീർ ഒരുക്കിയിട്ടുണ്ട്. 24 മണ്ഡലങ്ങളാണ് വിധി എഴുതുക. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി മരിച്ച RG-കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷും കേസ് ആദ്യം അന്വേഷിച്ച SHOയും അറസ്റ്റിൽ. അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുകയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാണ് ഇരുവരെയും CBI അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്ത CBI ബലാത്സംഗ കൊലപാതക കുറ്റങ്ങൾ ചേർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗം തത്സമയ സംരക്ഷണം ചെയ്യണമെന്ന ആവശ്യം നിരസിച്ചതിനെ തുടർന്ന് പ്രതിഷേധ ഡോക്ടർമാർ അവരെ കാണാതെ മടങ്ങിയെത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപ്പൊ രഞ്ജിത്ത്, നമ്മുടെ നാടൻപാട്ട് സംഘം തയ്യാറാണ് അല്ലെ? ദൃശ്യ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായ കലാസംഘം, കലാകാരന്മാർ ഒരു 10-15-17 പേരോളം നമുക്കിപ്പം ചേരും. അവരുടെ നാടൻപാട്ട് ഉണ്ടാകും, ഒപ്പം അവരുടെ കലാരൂപങ്ങളും പ്രദർശിപ്പിക്കും. അപ്പൊ ആ ഒരു വൈബിലേക്ക് നമുക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അപ്പം നമ്മുടെ അടിപൊളി പെർഫോമൻസുകൾ, നാടൻപാട്ടിന്റെ പെർഫോമൻസുകൾ, കലാരൂപങ്ങൾ, നമ്മളോടൊപ്പം കലാകാരന്മാരും ഉണ്ട്. അതങ്ങനെ തുടരുകയാണ്. അത് ഗംഭീരമായി മുന്നോട്ട് പോകുകയാണ്. നമ്മുടെ ഇവിടുത്തെ ഓണം വൈബ്സ് കളറാക്കുന്നതിന്റെ കൂട്ടത്തിൽ മറ്റു ചില വാർത്തകൾ കൂടി, വിശേഷങ്ങൾ, ഓണക്കാഴ്ചകളും ഒക്കെ നമുക്ക് കണ്ടുപോകാമെന്ന് തോന്നുന്നു. ഇന്നലെയും നമ്മൾ ഈ ഒരുപാട് ഓണപ്പാട്ടുകളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. ഇത്തവണ ഈ സംഗീതാധ്യാപികയായ ദീപ്തി രാജേഷിന്റെ പുതിയ ഓണപ്പാട്ട് പുറത്തിറങ്ങി. തിരുവോണപ്പുലരി എന്ന ഗാനത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ കിട്ടുന്നുണ്ട്. ദീപ്തി കഴിഞ്ഞ തവണ ഇറക്കിയ പാട്ടിനും ദീപ്തി രാജേഷിന്റെ കഴിഞ്ഞ തവണ ഇറക്കിയ പാട്ടും വലിയ ഹിറ്റുകളായിരുന്നു. അപ്പോൾ അതിന്റെ വാർത്തയിലേക്ക് പാട്ട് കണ്ടുവരും. മനസ്സിൻ പൂവാടികയിൽ മധുപങ്ങൾ മൂളുമ്പോൾ പുതിയ ഒരു ഓണപ്പാട്ടിന്റെ മധുരം പെയ്ത്. മനസ്സിൻ പൂവാടികയിൽ മധുപങ്ങൾ മൂളുമ്പോൾ പുതിയോണപ്പാട്ടിൻ മധുരം പെയ്തല്ലോ. സംഗീതാധ്യാപികയായ ദീപ്തി രാജേഷ് ആലപിച്ച അത്തം പത്തോണം കൈനിറയെ പൂവേണം എന്ന് തുടങ്ങുന്ന ഗാനം ശ്രദ്ധേയമാവുകയാണ്. പുതിയാങ്കകം മുരളിയുടേതാണ് വരികൾ. രാഹുൽ വേദയാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. വീഡിയോ എഡിറ്റിംഗ് ആനന്ദ്. നാടാകെ ഒരു വീടായി തിരുവോണമുണ്ണുമ്പോൾ ബാല്യം തിരിച്ചുപിടിക്കാൻ വെമ്പുന്ന മലയാളിയെ അടയാളപ്പെടുത്തുകയാണ് ഗാനം. മനമുരളിയിലാർക്കും സംഗീതം അലതല്ലും പൊന്നോണപ്പുലരിക്കുളിരിൽ പുളകം പടരുകയായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
അപ്പോൾ അതാണ് ദീപ്തിയുടെ പുതിയ ഓണപ്പാട്ട്. രഞ്ജിത്ത്, ഇന്ന് നമ്മുടെ BJP മുതിർന്ന നേതാവായ രാജഗോപാലിന്റെ 95ാമത്തെ പിറന്നാളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. 95 നിറവിലാണ് അദ്ദേഹം. ചിങ്ങമാസത്തിലെ തിരുവോണ ദിനമാണ് രാജഗോപാലിന്റെ ജന്മനാൾ എന്നുള്ളത് ഏറെ വിശേഷമാണ്. കേരള നിയമസഭയിലെ ആദ്യ BJP അംഗമായ ആൾ കൂടിയാണ്. നമുക്കറിയാം അത്തരത്തിൽ BJPക്ക് ആദ്യമായി കേരള നിയമസഭയിൽ ഒരു അംഗത്വം ലഭിച്ചതും രാജഗോപാലിലൂടെയാണ്. അദ്ദേഹത്തിന്റെ പിറന്നാൾ വിശേഷങ്ങളിലേക്ക്. നെഞ്ചിലേറ്റുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനപ്പുറം രാഷ്ട്രീയ എതിരാളികളിൽ നിന്നു പോലും സ്നേഹവും ആദരവും പിടിച്ചുപറ്റിയ നേതാവ്, സർവജന സമ്മതൻ, ഇങ്ങനെ വിശേഷിപ്പിക്കാം പ്രിയപ്പെട്ടവരുടെ രാജേട്ടനെ. 1929 സെപ്റ്റംബർ 15 ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിൽ ഓലഞ്ചേരി വീട്ടിൽ മാധവൻ നായരുടെയും കുഞ്ഞിക്കാവമ്മയുടെയും മകനായി ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് കണക്കന്നൂർ എലിമെൻ്ററി സ്കൂളിലും മഞ്ഞപ്ര അപ്പർ പ്രൈമറി സ്കൂളിലും. ഉപരിപഠനം പാലക്കാട് വിക്ടോറിയ കോളേജിൽ. പിന്നീട് ചെന്നൈയിൽ നിന്നും നിയമബിരുദം നേടിയതിനു ശേഷം 1956 മുതൽ പാലക്കാട് ജില്ലാ കോടതിയിൽ അഭിഭാഷകനായി ജോലി ആരംഭിച്ചു. 1992 മുതൽ 2004 വരെ മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭയെ പ്രതിനിധീകരിച്ചു. RSSലൂടെ ശ്രദ്ധേയനായ രാജഗോപാൽ 98 വാജ്പേയി മന്ത്രിസഭയിൽ റെയിൽവേ സഹമന്ത്രിയായിരുന്നു. 2016 മുതൽ 21 വരെ നേമം മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാംഗമായി. BJPയുടെ പ്രത്യയശാസ്ത്രമായ ഏകാത്മക മാനവദർശനത്തിന്റെ രചയിതാവും ഭാരതീയ ജനസംഘത്തിന്റെ മുതിർന്ന നേതാവുമായിരുന്ന ദീൻദയാൽ ഉപാധ്യായയിൽ പ്രചോദിതനായി പഠനശേഷം 1962 ജനസംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആകർഷിക്കപ്പെടുകയും പിന്നീട് മുഴുവൻ സമയ ജനസംഘം പ്രവർത്തകനായി മാറുകയും ചെയ്തു. തലസ്ഥാനത്ത് കർമ്മനിരതമായ ജീവിതം നയിക്കുകയാണ് രാജഗോപാൽ ഇപ്പോഴും. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ ഇനി സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെഗ്മെന്റ് ആണ് സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. ആ സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്കൊപ്പം ചേരുന്നത് പ്രേക്ഷകരിൽ ഒരാളായ സുധീഷും ഷിമിയുമാണ്. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് രഞ്ജിത്ത് ഇന്ന്. സുധീഷ്, സിമി രണ്ടുപേരുമുണ്ട് നമ്മോടൊപ്പം. രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ആശംസകൾ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓണ ദിവസം തന്നെയാണ്. അതെ, തിരുവോണ ദിവസമായിരുന്നു വിവാഹം അല്ലേ? ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ഒരു സ്പെഷ്യലാണ്. സെപ്റ്റംബർ 15 ഇനി തിരുവോണ ദിനത്തിൽ വരുമോ എന്ന് തന്നെ അറിയില്ല. ഈ തിരുവോണവും കല്യാണവും എല്ലാം കൂടെ അന്ന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു? അല്ലല്ല രഞ്ജിത്ത്, ഇതിപ്പോൾ സെപ്റ്റംബർ 15 അതെ, തിരുവോണം ഈ ദിവസം ഇന്ന് വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ആനിവേഴ്സറി കൂടുതൽ സ്പെഷ്യൽ ആണ്. അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഓണമാണ്, വെഡിങ് ആനിവേഴ്സറി ആണ്. രണ്ടിനും കൂടി ഇരട്ടി സെലിബ്രേഷൻ ഉണ്ടോ അതോ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഇരട്ടി സെലിബ്രേഷൻ ഉണ്ട്, സദ്യ എല്ലാം ഉണ്ട്. അതിനുശേഷം നമ്മൾ ഓണപ്പൂക്കളൊക്കെ ഇട്ടു, രണ്ടും കൂടി ചേർന്നിട്ടാണുള്ളത്. ഇനി അടുത്തൊക്കെ പ്ലാൻ ചെയ്യണം എല്ലാവരും ഒരുമിച്ച്. വീട് നിലമ്പൂര്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് വെള്ളിമുറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ കവളപ്പാറയുടെ ഒക്കെ അടുത്ത്. ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞങ്ങള് രണ്ടുപേരും, മക്കള് രണ്ടുപേരുണ്ട്. ഒരാൾ 5 വയസ്സും 2.5 വയസ്സും, ഗയ ആൻഡ് യുഗ, 2 പെൺകുട്ടികളാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ അച്ഛൻ അമ്മ 2 വീട്ടിലായിട്ട്. ശരി, രണ്ടുപേരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓണാശംസകളും വെഡിങ് ആനിവേഴ്സറി ആശംസകൾ. ഞങ്ങൾ ഇവിടെ ഓണം അടിച്ചു പൊളിക്കുകയാണ്. അപ്പൊ നിങ്ങളും അവിടെ ഓണം ആനിവേഴ്സറി ഒക്കെ അടിച്ചു പൊളിക്കുക കേട്ടോ. അടുത്ത നമുക്ക് നമ്മുടെ ക്യാമറമാൻ, ശരി, ഓക്കെ, താങ്ക് യു. നമ്മുടെ ക്യാമറമാൻ KP ധനേഷിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്, 8ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ KP ധനേഷിനും ഭാര്യ ഐശ്വര്യയ്ക്കും അവർക്കൊരു കുഞ്ഞു മകനുണ്ട് ആര്യൻ, അവർക്ക് എല്ലാവർക്കും ആശംസകൾ നമ്മൾ അറിയിക്കുകയാണ്. ഒപ്പം ഓണാശംസകൾ കൂടി അറിയിക്കുന്നു. ഓണം അടിച്ചു പൊളിക്കേ. നമ്മുടെ എൽദോപോളിന്റെ അച്ഛനും അമ്മയും പൗലോസും ലില്ലിയും ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. 49ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അവരുടെ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഇരുവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒപ്പം ഓണാശംസകളും ഇരുവർക്കും. അതെ, നമുക്കിനി ഗിരീഷ് NT, ഗിരീഷിന്റെയും വിവാഹ ബർത്ത്ഡേ ആണ്. മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നമ്മൾ നേരുകയാണ്. ഗിരീഷേട്ടന്റെ മകൾ ശ്രീലക്ഷ്മി നമ്മളോടൊപ്പം ന്യൂസ് 18 ഇന്റേൺഷിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പരിചയം കൂടി നമുക്കുണ്ട് ഈ കുടുംബവുമായിട്ട്. അപ്പോൾ ഗിരീഷേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നിങ്ങളും ബർത്ത്ഡേയും ഓണവും ഒക്കെ ആയിട്ട് രണ്ടും കൂടി അങ്ങോട്ട് കളറാക്കിക്കോ. ശരി, ഓക്കെ.
ഉണ്ണികൃഷ്ണൻ ലേഖ ഉണ്ണികൃഷ്ണൻ നായരുടെയും ലേഖ നായരുടെയും വെഡിങ് ആനിവേഴ്സറിയാണ് 32ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ അടിച്ചു പൊളിക്കുക, ഓണവും ആനിവേഴ്സറിയും എല്ലാം. ഈ ഓണവും ഈ വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് വരുമ്പം ഒരു കൂടുതൽ കളറാകും. അപ്പൊ ആഘോഷത്തിന് ഒരു മാറ്റം കൂടുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മളുമായി സംവദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകർക്കും ഇവരെ പോലെ തന്നെ ഞങ്ങളോടൊപ്പം ചേർത്തുകൊണ്ട് നിങ്ങളുടെ സ്പെഷ്യൽ ഡേകൾ ആഘോഷമാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ സ്പെഷ്യൽ ഡേക്ക് ഞങ്ങളോടൊപ്പം എങ്ങനെ ചേരണം എന്നുള്ളത് ഇപ്പോൾ സ്ക്രീനിൽ ഒരു കാർഡ് കാണിക്കുന്നതാണ്. ഈ ഫോർമാറ്റിൽ ന്യൂസ് 18-നൊപ്പം ചേരുക, വാട്സപ്പ് ചെയ്യുക നമ്പറിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡേ. ഞങ്ങൾ നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ചേരാം, നമുക്ക് ആശംസകൾ പരസ്പരം പങ്കുവെക്കാം. രഞ്ജിത്ത്, ഒരാളും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു കുഞ്ഞു മിടുക്കിയാണ് ചേരുന്നത്. സ്ക്രീനിൽ കാണുന്ന അതുല്യ എലിസബത്ത് മാത്യു ആണ് നമുക്കൊപ്പം ചേരാൻ പോകുന്നത്. അതുല്യ കുട്ടി, ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ. അതുല്യ കേൾക്കാമല്ലോ അല്ലേ? കൊച്ചു സുന്ദരിയെ കണ്ടു. അതിന്റെ ഒപ്പം കുറെ ആളുകളുണ്ടല്ലോ. അതെ അതെ, അവളുടെ സിസ്റ്ററും ബ്രദറുമാണ്. ശരി ശരി ശരി. അപ്പൊ ഓണമായിട്ട് ബർത്ത്ഡേ ഒക്കെ വന്നിട്ട് എങ്ങനെയാണ് ആഘോഷമൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നേ? ഇന്ന് ഓണാഘോഷവും ബർത്ത്ഡേ സെലിബ്രേഷൻസും കൂടെ ഒന്നിച്ചാണ്. ഓണവും ബർത്ത്ഡേയും കൂടെ പൊളിക്കുകയാണല്ലേ? ഒന്നിച്ചാണ്. സദ്യ ഒന്നാണ്. അപ്പൊ എവിടെയാണ് സ്ഥലം? തിരുവല്ലയാണ്. തിരുവല്ലയിലെ ഓണസദ്യക്ക് പ്രത്യേകത വല്ലതും ഉണ്ടോ? നോൺ വെജ് ആണോ? അല്ലല്ല, വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ്. ശരി ശരി ശരി. അപ്പൊ എല്ലാ ആശംസകളും മോൾക്ക് പറയും. ഓ ശരി ശരി, ആയിക്കോളൂ ആയിക്കോളൂ. ഹാപ്പി ഓണം, ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഓൾസോ. എല്ലാവർക്കും ഓണാശംസകൾ. കണ്ടതിൽ ഒരുപാട് സന്തോഷം. ശരി, നമുക്ക് ഇനിയും അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇനി വീണ്ടും നമ്മുടെ പെർഫോമൻസുകളിലേക്ക്. കലാകാരന്മാരൊക്കെ തയ്യാറാണ്, എല്ലാവരും തയ്യാറാണ് എന്ന് കരുതുന്നു. എവിടെ റൈച്ചേട്ടൻ? എവിടെ? വരൂ, എല്ലാവരും വരൂ. നമുക്ക് നമ്മുടെ പെർഫോമൻസുകളിലേക്ക് വീണ്ടും പോകാം. നമുക്ക് അതിനു മുൻപ് ഒരുപാട് വാർത്തകൾ ഇതും ഉള്ള ദിവസം കൂടിയാണ്. ഓണ ദിവസമാണെങ്കിൽ പോലും വാർത്തകൾക്ക് ഒരു ക്ഷാമമില്ല, പഞ്ഞമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ ബർത്ത്ഡേ വിഷസ് അടക്കം പ്രേക്ഷകർക്കൊപ്പം പങ്കുവെച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് അടുത്തത് എങ്ങോട്ടേക്ക് പോകാം? വരൂ ചേട്ടാ, നമുക്ക് അടുത്ത പെർഫോമൻസ് വീണ്ടും തുടങ്ങാം അല്ലേ? അടുത്ത ആരാണ് പെർഫോം ചെയ്യുന്നത്? തീർച്ചയായിട്ടും അടുത്തായിട്ട് വരുന്നത് നമ്മുടെ മറ്റൊരു പാട്ടുകാരനാണ്, രഞ്ജിത്ത് ഭരതൻ്റെ വരാൻ പോകുന്നത്. രഞ്ജിത്ത് അസധ്യമായിട്ടുള്ള ഒരു മലബാറിന്റെ സംഗീതമാണ് വരാൻ പോകുന്നത്. അസധ്യമായൊരു പാട്ട്. അപ്പോൾ അടിച്ചു തകർക്കാം അല്ലേ? ഇവിടെ ഉണ്ടല്ലേ, ചെറിയ പറമ്പിൽ എന്ന് പറയുന്ന പാട്ട്. ശരി, ഓക്കേ. തന്നാനെ താനാനെ തന്നാനെ തനദിന തന്നാനെ താനാനെ തന്നാനെ തന്നാനെ താനാനെ തന്നാനെ തനദിന തന്നാനെ താനാനെ ദിന 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 തന്നാനെ താനാനെ താനേ തനദിന തന്നാനെ താനാനെ താനേ തന്നാനെ താനാനെ തന്നാനെ തനദിന തന്നാനെ താനാനെ തനാതനാതനാ ചെറിയ പറമ്പിലെ ചിന്താമുറി പോലെ പെണ്ണൊരുത്തി, ചെറിയ പറമ്പിലെ ചെന്തെങ്ങിൻ തോപ്പിലെ ചിന്താമുറി പോലെ പെണ്ണൊരുത്തി. കണ്ടാലും വേണ്ടിലോണ് കേട്ടാലും വേണ്ടിലോണ് ഓല കൊടിക്കൊത്തൊരു കയ്യും വെയ്യും. കണ്ടാലും വേണ്ടിലോണ് കേട്ടാലും വേണ്ടിലോണ് ഓലാതെ താനാതെ താനാ തന്നാനെ താനാനെ തന്നാനെ താനാനെ തന്നാനെ താനാനെ തനാതനാതനാ ചെറിയ പറമ്പിലെ ചെന്തെങ്ങിൻ തോപ്പിലെ ചിന്താമുറി പോലെ പെണ്ണൊരുത്തി. കണ്ടാലും വേണ്ടിലോണ് കേട്ടാലും വേണ്ടിലോണ് ഓല കൊടിക്കത്തൊരു കയ്യും വെയ്യും. തന്നാനെ താനാനെ തന്നാനെ തനദിന തന്നാനെ താനാനെ താനാനാ തന്നാനെ താനാനെ തന്നാനെ താനാനെ 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 തനാതനാതനാ മിണ്ടാൻ പറഞ്ഞപ്പോൾ പണ്ടൊരു കാലത്ത് ചറപറ ചറപറ മിണ്ടിയോളെ. മിണ്ടാൻ പറഞ്ഞപ്പോൾ പണ്ടൊരു കാലത്ത് ചറപറ ചറപറ മിണ്ടിയോളെ.
മിണ്ടിയാലും വേണ്ടിലോളു മിണ്ടിലേലും വേണ്ടിലോൾ മിണ്ടിയാലോ വെണ്ണൊട്ടും മിണ്ടാറില്ല മിണ്ടിയാലും വേണ്ടിലോളു മിണ്ടിലേലും വേണ്ടിലോൾ മിണ്ടിയാലോ വെണ്ണൊട്ടും മിണ്ടാറില്ല തന്നാരെ താനാരെ താനാരെ തനദിന തന്നാരെ താനാരെ താനന തന്നാരെ താനാരെ തന്നാരെ തനദിന തന്നാരെ താനാരെ തന്നാരെ അപ്പൊ നമ്മുടെ പെർഫോമൻസ് തുടരുകയാണ്, അതെ. ഗംഭീരമായി തുടരുകയാണ്. നമുക്കിനി കുറച്ച് സമയങ്ങൾ നമ്മുടെ കൂടിയാണ് മോർണിംഗ് വൈബ്സ് ബാക്കിയുള്ളത്. അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഒരു പെർഫോമൻസും കൂടെ ഒരു ഗംഭീര അടിച്ചുപൊളി ഒരു സാധനം കൂടെ ചെയ്താൽ നമുക്ക് നിങ്ങളുടെ ഒരു കലാകാരനെ കൂടി പരിചയപ്പെടാനുണ്ടല്ലേ? ഇത് വന്നോളൂ. വൈശാഖ് കല്ലറ. ഞങ്ങളുടെ ഈ ഇപ്പോൾ ഇവിടെ കണ്ട ഈ കഥകളി വേഷമായാലും നമ്മുടെ സ്റ്റേജ് ആർട്ട് വർക്ക് ആയാലും എല്ലാം പൂർത്തിവെച്ച കലാകാരൻ, വളർന്നു വന്നൊരു കലാകാരനാണ്. അപ്പം വൈശാഖ് കല്ലറ. വൈശാഖ് ഏത് പാട്ടാണ് പാടുന്നത്? പാട്ടല്ല ആർട്ട് വർക്കൊക്കെ ചെയ്തതാണ്. എല്ലാം പിന്നിലുള്ള തീർച്ചയായിട്ടും ഒരു കോൺട്രിബ്യൂട്ടർ. അതെ. അതോടൊപ്പം തന്നെ നമ്മുടെ സൗണ്ട് ഓപ്പറേറ്റർ ശ്രീ മനോഹരൻ മൈലച്ചൻ അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹമുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹത്തെ ഒന്ന് സ്ക്രീനിൽ കാണിക്കാം. മുന്നോട്ട് വരൂ ചേട്ടാ. ചേട്ടാ മുന്നോട്ട് വരൂ. ചേട്ടാ എല്ലാവരും മുന്നോട്ട് വരൂ. അതപ്പോ നമ്മുടെ സാരഥി, നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞു ഉണ്ടായിരുന്നല്ലോ, എന്റെ മകനാണ്. വിളിക്കൂ. വരൂ മോനെ, എല്ലാവരും വരൂ. രഞ്ജിത്ത്, ഇവരെല്ലാരും കൂടി ചേർന്നിട്ടാണ് ഈ ഷോയെ ഇത്രയും മനോഹരമാക്കി മാറ്റുന്നത്. ശ്രീകാന്ത്, നമസ്കാരം. അപ്പൊ ഇങ്ങനെ ഒരു വലിയ കലാകാരന്മാരുടെ അവർക്കൊപ്പം നിൽക്കുന്ന കുറെ ആളുകളുടെ ഒരു കൂട്ടമാണ്. അവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഇത്രത്തോളം മനോഹരമായി മാറുന്നത്. അപ്പൊ എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഞങ്ങളോടൊപ്പം ചേർന്നതിലും ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷം അല്ലേ? നമ്മുടെ മോർണിംഗ് വൈബ്സ് ഇത്രയും കളർഫുൾ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് ഇന്നത്തെ തിരുവോണം മൊത്തം ഞങ്ങൾ അടിച്ചു പൊളിക്കും. കാരണം അത്രത്തോളം നിങ്ങളൊരു എനർജി നമുക്ക് ഇതിനകം വല്ലാത്ത എനർജി തന്നു കഴിഞ്ഞു. കാണുന്ന പ്രേക്ഷകർക്ക് ഉറപ്പായ ആ എനർജി കിട്ടിക്കാണും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്തായാലും നമ്മളപ്പോ ഒരു അടിച്ചുപൊളി ഗാനത്തോട് കൂടിയിട്ട് വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? അടിച്ചുപൊളി ഗാനത്തോടുകൂടി നമ്മുടെ ഷോ തന്നെ അവസാനിപ്പിക്കുകയാണ്. ആരാണ് പെർഫോം ചെയ്യുന്നത്? നമുക്ക് അതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി നമ്മൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ന്യൂസ് 18 കേരളയ്ക്ക് സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി തൊഴിൽതരം ദൃശ്യവേദി കുടുംബത്തിന്റെ സ്നേഹം, നന്ദി, കടപ്പാട് അറിയിക്കുകയാണ്. ഓണാശംസ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു അടിച്ചുപൊളി പാട്ട്, ഒരു നാടൻ പാട്ടുകളുടെ ഒരു കുഞ്ഞു ശൃംഖല അവതരിപ്പിച്ചുകൊണ്ട് ഇത് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആ ശൃംഖല നമ്മുടെ എല്ലാവരും ചേർന്ന് നമുക്ക് തുടങ്ങാം. പൊളിച്ചോളൂ. മുന്നോട്ട് വരൂ.
മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി, മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി, മഴ പെയ്യുമ്പോഴേ നമുക്ക് പുത്തിരി ചൂടാലോ, ഇടിവെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോവാലോ, മഴ പെയ്യുമ്പോഴേ നമുക്ക് പുത്തിരി ചൂടാലോ, ഇടിവെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോവാലോ, തനദിന താരാനാദിന താരാനാരോ, തനദിന താരാനാദിന താരാനാരോ, തനദിന താരാനാദിന താരാനാരോ, തനദിന താരാനാദിന താരാനാരോ, കർക്കിടകം പെയ്തൊഴിഞ്ഞു ഒറ്റവരി രട്ടനാറിൽ ഒത്തിവന്നു ജാലനായി ഒത്തിടികൾ വന്നു, കർക്കിടകം പെയ്തൊഴിഞ്ഞു ഒറ്റവരി രട്ടനാറിൽ ഒത്തിവന്നു ജാലയോ നെൽച്ചെടിയോ നെൽക്കതിരു താന ദിനത്താന തന്നാന, താന ദിനത്താന തന്നാന, ദിനത്താന തന്നാന ഗൃതി താന 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 തന്നാന, തനദിന താനാദിന താനാനോ, 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 ചനകുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള നികാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചനകുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള നികാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചമ്പല്ലി കരി വെച്ച മീനേ പെണ്ണിന്റെ കുട്ടരി നെയ്യുള്ള പിടയ്ക്കണ മീനാനേ, ചമ്പല്ലിയുടെ ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള നികാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചമ്പല്ലി കരി വെച്ച മീനേ പെണ്ണിന്റെ കുട്ടരി നെയ്യുള്ള പിടയ്ക്കണ മീനാനേ, തനദിന താനാദിന താനാനോ, 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 പള്ളിക്കലപ്പല്ല മോളെ കൊച്ചരി കാളിത ഗതിമിതാര, പള്ളിക്കലപ്പല്ല മോളെ കൊച്ചരി കാളിത ഗതിമിതാര, ചില്ലറ മുടി വല്ലയവളെന്റെ മുടിച്ചത ഗതിമിതാര, ചില്ലറ മുടി വല്ലയവളെന്റെ മുടിച്ചത ഗതിമിതാര, അതിന്റെ ഗതിമിതാര, അതിന്റെ ഗതിമിതാര, അതിന്റെ ഗതിമിതാര, തനദിന താനാദിന താനാനോ, 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 തനദിന താനാദിന താനാനോ. Hey,
തൊഴിലപ്പുലിയാകിലെ വെളൂരി കുഞ്ഞി കണ്ണ കുഞ്ഞാകളെ താരന്നേ താരന്നേ ഓ താരന്നേ 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 ഓ താരന്നേ 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 ഓ താരന്നേ 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 ഓ താരന്നേ 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 ഓ താരന്നേ 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 ഓ താരന്നേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഞങ്ങളുടെ ഓണം ഇത്രയും കളർഫുൾ ആക്കിയതിന് ഒരുപാട് നന്ദി. അപ്പൊ നമ്മുടെ സമയം അവസാനിക്കാറായി. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് മൊത്തം പൊളിക്കായിരുന്നു. മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓണം കളറാക്കി തുടങ്ങി. എല്ലാ പ്രേക്ഷകരും ഓണം അടിച്ചു പൊളിക്കുക. ന്യൂസ് 18നോടൊപ്പം ചേരുക. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ഞങ്ങൾ നിങ്ങളോടൊപ്പം തുടരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. നമസ്കാരം.